സ്നേഹത്തോടെയുമാണ് നമ്മൾ ആരാധനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാത്തിനും ഒരു മർമ്മമുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട സ്ഥലം, അതുപോലെ തന്നെ ആരാധനയ്ക്കും ദൈവാനുഭവത്തിനുമൊക്കെ ഒരു മർമ്മമുണ്ട്. ഈ മർമ്മം ചിലർക്ക് പെട്ടെന്ന് പിടികിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകമാണ്. ഈ മർമ്മം പിടികിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, ഒരു അണുവെടുത്താൽ തന്നെയും അല്ലെങ്കിൽ ഒരു കോശമെടുത്താലും എല്ലാത്തിനും ഒരു ന്യൂക്ലിയസും അതുപോലെ കേന്ദ്രബിന്ദുവൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ഊർജ്ജസ്ഥാനം. ഈ ഉടമ്പടിയായാലും ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനമുണ്ട്. ആ ഊർജ്ജസ്ഥാനം വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മൾ പിന്നെ ഒത്തിരി അലയേണ്ടി വരത്തില്ല. ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇവിടെ സുമംഗല എന്ന് പറഞ്ഞൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ പത്തനംതിട്ടക്കാരുതിയാണ്. സുമംഗല ആദ്യ ദിവസം ഇവിടെ വന്ന് മാതാവിനെക്കുറിച്ചൊക്കെ കേട്ട് ഇവിടെയൊക്കെ വന്ന് കണ്ട് എല്ലാമൊക്കെ മനസ്സിലാക്കി ആൾ പോയി. പിറ്റേ ദിവസം ഇവർ വരൂ. ഇവർക്ക് 5-6 പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. പിറ്റേ ദിവസം വരുമ്പോഴേ ഇതിൻ്റെ ഊർജ്ജസ്ഥാനം, ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം ദൈവം ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉടനെ ഉടമ്പടിയിൽ ആദ്യം തന്നെ അവരെഴുതി, ആദ്യ നിയോഗത്തിൽ, അമ്മേ എൻ്റെ വിഷയങ്ങളൊക്കെ പോട്ടെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഊർജ്ജസ്ഥാനം. അവർ ഒരു നോൺ ക്രിസ്ത്യനാണ്, പക്ഷേ ആദ്യ ദിവസം വന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കി പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ബാക്കി ഇവരുടെ 5 കാര്യങ്ങളും പെട്ടെന്ന് നമ്മളെ കവളാസ് പൊട്ടണ പോലെ പടപടാന്ന് പൊട്ടി മാറുകയും. ഇതറിയാതെ എൻ്റെ ILTS, എൻ്റെ വസ്തു വിൽപ്പന, എൻ്റെ മക്കളുടെ കല്യാണമെന്നും പറഞ്ഞിരുന്ന ഈ ജന്മത്ത് ഈ സാധനം കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. മരമറിയാതെ ഇങ്ങനെ കൊടിയിട്ട ആൾക്കാർ ഇങ്ങനെ നടക്കണ കാണാം. ഇത് ഹോൾ ബൈബിൾ നമ്മളെടുത്താലും അതിൻ്റെ ഊർജ്ജസ്ഥാനം എന്താ? കർത്താവിൻ്റെ പുനരുദ്ധാനമാണ്, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ്. ഇപ്പം നടപടി പുസ്തകത്തിൻ്റെ 1:8 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 1:8. നടപടി പുസ്തകം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പം അതാണ് ദൈവിക ലക്ഷ്യം. നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി എന്നെ ഉയർത്തണമെന്നാണ്. ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല കാലാവസ്ഥയെ നിന്റെ കരം ഗ്രഹിച്ച്
ഞാൻ ഈ കടല് നീന്തുന്ന കാലങ്ങളിലെ ഒക്കെയും എൻ്റെ കർത്താവേ നിന്റെ പീഡാനുഭവത്തിന്റെയും നിന്റെ തിരുമരണത്തിന്റെയും നിന്റെ തിരുഉദ്ധാനത്തിന്റെയും സ്വർഗം അംഗീകരിക്കുന്ന സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയാണെങ്കിൽ ഈ സാക്ഷ്യം കേട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. ബൈബിളിലെ നല്ല പ്രസന്നമായ ഭാവം ഈശോയുടേത്. പലപ്പോഴും ഈശോ വളരെ അപൂർവ ഭാവം മാത്രമേ ഈശോ ചിരിക്കത്തുള്ളൂ. ചിരിക്കുന്ന ഈശോയെ നമ്മൾ കാണത്തില്ല ഒരിക്കലും ബൈബിളിൽ. ഈശോ ഒത്തിരി പ്രാവശ്യം ചിരിച്ച് കാണും. പക്ഷേ അപ്പോസ്തലന്മാരുടെ ജീവിതം ഇതൊക്കെ രൂപപ്പെടുത്തിയവൻ്റെ കാലത്ത് രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളായതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ സമയം കിട്ടി കാണത്തില്ല. അതുകൊണ്ട് ഈശോൻ്റെ ചിരിയൊന്നും അവർ ഒപ്പിയെടുത്തിട്ടില്ല. ഈശോ നല്ല തമാശയൊക്കെ പറയണയാളാണ്. അത് രസകരമായ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ വളരെ കോമഡിയായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ്. വലിയ ധനവാന്മാരെ കാണുമ്പോൾ ഈശോ പറയും ഇവൻ്റെ കാര്യം പോക്കാണ്. ഇവൻ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോവുമെങ്കിൽ തീർച്ചയായിട്ടും ഇവനും ഇതിനകത്ത് കയറുമെന്ന്. അത് കോമഡിയല്ലേ ശരിക്കും പറഞ്ഞാൽ? ഒട്ടകം സൂചിക്കുഴയിലൂടെ പോവുമെങ്കിൽ തീർച്ചയായിട്ടും ധനവാന്മാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അപ്പം അതിൻ്റെ അകത്തൊരു സട്ടയറുണ്ട്, ശരിക്കും ഒരു ആക്ഷേപകാശമുണ്ട്. പക്ഷേ ഇതൊന്നും അപ്പോസ്തലന്മാരങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടില്ല. കാര്യം അവരുടെ വഴികളെല്ലാം ജീവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു അടരാട്ടമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ അവരുടെ ജീവൻ അന്വേഷിച്ചവരുടെ കണ്ണുകൾ ഇരുട്ടിൽ എപ്പോഴും തെളിഞ്ഞു വരുമായിരുന്നു. അത് കാരണം സീരിയസ് മൂഡിലാണ് സുവിശേഷം പോകുന്നത് മുഴുവനും. എങ്കിലും ഈശോ സന്തോഷിച്ച സമയമുണ്ട്. അവൻ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് Take the word of God. Sudhikata hallelujah. 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 ലൂക്കാ 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. ഈശോ ആനന്ദിക്കുന്നത് നമ്മുടെ ഈ ചളുവ് തമാശകട്ടല്ല, പരിശുദ്ധാത്മാവിലാണ്. വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു. ആ സമയം തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. ഇനി എന്താ പറഞ്ഞെന്ന് കേട്ടെ? സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. ഇതൊരു വളരെ സന്തോഷത്തിന്റെ മൂഡിൽ ആണ് ഈ സുവിശേഷത്തിന്റെ ഭാഗം പോകുന്നത്. സുവിശേഷ ഭാഗം സന്തോഷത്തിൻ്റെ മൂഡിൽ പോയാലും സന്തോഷമെന്ന് അങ്ങനെ പറയാറില്ല. പക്ഷെ ഇവിടെ സന്തോഷമെന്ന് ഇത് മുഴുവനും ഒരു നല്ല സന്തോഷത്തിൻ്റെ മൂഡിലാണ് അത് പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 10:17 എടുത്ത് വിശുദ്ധ ലൂക്കാ 10:17. ലൂക്കാ 10:17. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു. അവിടെ സന്തോഷം കണ്ട? 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. സാക്ഷ്യം പറഞ്ഞാണ് അവര്. സാക്ഷ്യം കേട്ടാണ് സന്തോഷിക്കുന്നത്. നിങ്ങളൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഈശോ സന്തോഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടിട്ട് സുവിശേഷ വേലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളില്ലേ? എന്തൊക്കെയാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പിന്നെ എല്ലാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു, സുവിശേഷ വേല. പിന്നെ എന്താ?
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതും സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. ഇതിനു വേണ്ടിയാണ് ഈ ഉടമ്പടിക്കാർ പോകുന്നത്. ഉടമ്പടിക്കാർ തിരിച്ചു വന്നിട്ടാണ് അവർ സാക്ഷ്യം പറയണത്. അപ്പോഴും നമ്മളെല്ലാം കൈയടിക്കും. സിസ്റ്ററും അച്ഛനും ഒക്കെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കത്തില്ല, അറിയാതെ തന്നെ കൈയടിക്കും, സന്തോഷം കൊണ്ടാണ്. ഇത് തന്നെ സുവിശേഷ കാലത്ത് സംഭവിച്ചതാണിത്. ആ സന്തോഷം ഇങ്ങനെ തുടരുകയാണ്. എന്തെല്ലാം ദൈവം തൻ്റെ മനുഷ്യനെ സന്ദർശിക്കുന്നു അപ്പോഴെല്ലാം മനുഷ്യന് സന്തോഷമുണ്ടായിട്ട് അവൻ സന്തോഷിച്ച് കൈയടിക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് ശരിക്കും ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, കർത്താവേ, ദൈവത്തിന് ഈശോയ്ക്കൊരു സന്തോഷം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഉടമ്പെടുക്കുമ്പോൾ അത് നിങ്ങളും മ്ലാനമായിരുന്നു, ഈശോയും മ്ലാനമായിരുന്നു, എങ്ങനെയാണ് ശരിയാകണത്? അപ്പം നിങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് 10 മനുഷ്യരോട് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ ദൈവത്തിനത് സന്തോഷമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സാക്ഷ്യത്തിന്റെ സന്തോഷം നൽകണമേ. സാക്ഷ്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള വലിയ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇത് വളരെ സിമ്പിളാണ്, പക്ഷെ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അറിഞ്ഞാൽ ഇപ്പം തന്നെ ഈശോ തന്നെ ഈ 72 പേരെ വിടുന്നത് എങ്ങനെയാണ്? കൃപാസനത്തിൽ നിന്ന് ഓരോ ദിവസവും 100 കണക്കിന് മനുഷ്യർ കർത്താവിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ പോവുകയാണ്. ഇപ്പോൾ ഒരു 100 പേര് ഉടമ്പടി ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 പേര് മാത്രമേ അതിൻ്റെ അകത്ത് അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നൊരു ജോലിയാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. അല്ലാത്തവരൊക്കെ എൻ്റെ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ എൻ്റെ വസ്തു വിൽക്കണം, ആ വിഷയത്തിലാണ് നിങ്ങൾ എല്ലാവരും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടാണ് ഇത് ലാഗ് ചെയ്യാൻ കാരണം. ദൈവത്തിനൊരു പറയും, ഇപ്പോൾ നിങ്ങളെ വസ്തു വിട്ടിട്ട് ദൈവത്തിന് എന്ത് കാണിക്കാനാണ്? ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കണം, ഇത് ദൈവത്തെ എന്തെങ്കിലും പ്രയോജനമുണ്ടേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. നിങ്ങളുടെ വസ്തു വിറ്റിട്ട് ദൈവത്തിന് എന്ത് കാണിക്കുക? നിങ്ങൾക്ക് PR കിട്ടിയിട്ട് ദൈവത്തിന് എന്താ? ഒരു കാര്യമില്ല. അപ്പം തന്നെ ചിന്തിക്കണം, ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം. ഇതാണ് എൻ്റെ എളുപ്പം. 10 കൊല്ലമൊക്കെ കൊണ്ട് എൻ്റെ മക്കളെ ഞാൻ സത്യമായിട്ട് എൻ്റെ ടൈം ഷോർട്ടറിങ് ഇരിക്കണേ എപ്പോഴാണ്? ഇതിൻ്റെ കറക്റ്റ് ഊർജ്ജസ്ഥാനം അറിയുമ്പോഴാണ്. എന്താണ് ദൈവത്തിന് ഇതുകൊണ്ട് എന്ത്? ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിലൂടെ ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ കാര്യം, ഈ വലിയൊരു പ്രോജക്റ്റിന് ഞാനൊക്കെ അച്ഛനായപ്പോൾ ആദ്യമേ തന്നെ മിഷണറി ആയി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഈശോ ആദ്യമേ തന്ന കാര്യം അതാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. എന്താ കാര്യം? പിന്നീട് എന്താ കാര്യമെന്ന് ഈശോനോട് പറഞ്ഞായിരുന്നു. അച്ഛനായി 10-15 കൊല്ലം കഴിഞ്ഞപ്പോഴെന്നോട് പറഞ്ഞു, ഞാനിനി ഒത്തിരി ഇപ്പം ചില പറയേ നല്ല മുതൽ മുടക്കുണ്ട് മകനെ ഇതിൻ്റെ അകത്തുനിന്ന്. ഞാൻ ഒത്തിരി എൻ്റെ നമുക്കറിയാമല്ല, പ്രകൃതിയ ദൈവമായിരിക്കവേ നല്ല സ്റ്റാറ്റസിൽ ജീവിച്ച ആളല്ലേ. നല്ല സ്റ്റാറ്റസ് വെടിഞ്ഞ് പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി. നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. കുരിശുമരണത്തോളോ തന്നെ താഴ്ത്തി. കണ്ടാ, ഇത്രയും മുതൽ മുടക്കാൻ, ജീവന് തുല്യം മുതൽ മുടക്കാൻ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ മേലെ, കർത്താവിൻ്റെ തിരുമരണത്തിൻ്റെ മേലെ, അതിനുവേണ്ടി ആ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായി മാറാൻ നമുക്കൊരു തീരുമാനമെടുത്താൽ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അഭിഷേകം വരാൻ തുടങ്ങും. ഈ സ്നേഹത്തിലാണ് ഈ അഭിഷേകം ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയും. വാട്ട് ഇസ് ലൈറ്റ് വെയ്റ്റിംഗ്? എന്താണ് ഭാരലഘുത്വം? എന്താണ് ഒരു ഭാരം ലഘുവാകണത്? എങ്ങനെയാണ് ഭാരം ലഘുവാകണത്? എപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് അതെപ്പോഴാണ്
നമുക്കൊരു ഒരു ഭാരം ലഘുവായി വരുമ്പോഴാണ് നമുക്ക് ആളിന് അഭിഷേകം കിട്ടിയെന്ന് മനസ്സിലാകുന്നത്. ഒരു ഭാരം ലഘുവായി വരുമ്പോൾ, വലിയ ഭാരമുള്ള വിഷയമാണ്, പക്ഷെ അത് വളരെ ലഘുവായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ടു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അഭിഷേകം കിട്ടിയെന്ന്. അപ്പോൾ അതറിയണമെങ്കിലേ മക്കെദോനിയ 2 കൊറിന്ത്യൻസ് 2 കൊറിന്ത്യൻസ് 8:9 വായിച്ചേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 8:9. 2 കൊറിന്ത്യൻസ് 8:9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്താ സബ്ജക്റ്റ്? എന്താ വാട്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഇതാണ് ഈ ഭാര ലഘുത്വം എന്ന് പറയുന്നത്. ഉടമ്പടി സംഭവിക്കുന്ന സംഭവമാണ്. അതിൻ്റെ തത്വം അറിയാം. ഭാര ലഘുത്വത്തിൻ്റെ തത്വം അറിയണം. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു വിഷയം, ഇപ്പം നിങ്ങൾക്ക് ഒരു ഇപ്പോൾ വൈഫും ഹസ്ബൻഡോട് അകന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ അടുക്കുന്നവരെ വാട്ട് യു വാണ്ട്, യു നീഡ് അനോയിൻമെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് പല വിഷമെടുത്ത് തന്നെയൊക്കെ ചെയ്യും. അതല്ല, മറിച്ച് ഒരു ഹസ്ബൻഡ് വൈഫ് അകന്നിരിക്കുകയും അവരെ അടുക്കുന്നവരെ വാട്ട് യു നീഡ് അനോയിൻമെൻറ്റ്. അതെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ജോലി കിട്ടണം, നമുക്കൊരു ജോലി വേണം. ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് കല്യാണം കഴിക്കാൻ, ജോലി കിട്ടിയിട്ട് വേണം വീട് വെക്കാൻ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം, അതിനൊരു സമയമെടുക്കും. അത് കിട്ടണവരെ വാട്ട് യു നീഡ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അനോയിൻമെൻറ്റാണ് വേണ്ടത്. എന്നുവെച്ചാൽ അഭിഷേകം. അഭിഷേകം എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിയണം. ഇപ്പം തന്നെ ഈശോ എന്താ ചെയ്തത്? ആ ലൈറ്റ് വെയിറ്റിംഗ് കണ്ടില്ലേ? ഇപ്പോൾ 2 കൊരിന്ത്യൻസ് 8:6 വായിച്ച്. 8:9 വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ ഒന്ന് പറഞ്ഞേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അതായത് ഇതിൻ്റെ അത് വരുന്ന ഒരു വിഷയം വെച്ചാൽ, അവൻ സമ്പന്നനായിട്ടും, ദൈവമല്ലേ, അപ്പം സർവ്വസമ്പത്തും അവൻ്റെതാണ്. അവൻ സമ്പന്നനായിട്ടും പിന്നെ എന്താ പറ്റിയത്? നിങ്ങളെ പ്രതി എന്ത് പറ്റി? ദരിദ്രനായി. അല്ലേ? അപ്പം ഈ വലിയ സമ്പന്നനായ ദൈവം ഇങ്ങനെ ചുരുങ്ങി, ഇങ്ങനെ നഗ്നനായി, വിവസ്ത്രനായി, ഇങ്ങനെ ആണിയേൽ അപമാനിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇവൻ വന്നത് അതിൻ്റെ അങ്ങനെ വരുന്നതിന് ഈശോയ്ക്ക് ഒരു ഭാരലഘുത്വം ഉണ്ടാക്കിയത്. അത് നിസ്സാരമായിട്ട് ഈശോ ചെയ്തത് എന്തിൻ്റെ കാര്യത്തിലാണ്? നിങ്ങളെ പ്രതി. അല്ലേ? മനസ്സിലായി എന്താ പറഞ്ഞത്? അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അവിടെ ആരെ പ്രതിയാണ്? നിങ്ങളെ. ദാറ്റ് മീൻസ് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി. കൈയിടിച്ച് കർത്താനോട് ഹല്ലേലൂയ.